എടി വീഴാതെ നോക്കണേ. ഞാൻ നോക്കിക്കോളാം ചേട്ടാ. റോസ്മോളി, തോമസിനെ ശരിക്കും പിടിച്ചോണേ. പിടിച്ചിട്ടുണ്ട് ചേച്ചി, വലിച്ചോ. ചേട്ടനോട് ഞാൻ കൂട്ടില്ല. റോക്കറ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് റോക്കറ്റ് ഉണ്ടാക്കി തന്നില്ലല്ലോ. ഇതകത്തേക്ക് വെക്കുമോ? വാന്നേ. ആ അലക്സ്, നീ എപ്പോ വന്നു? ഇത്തിരി സമയായി. വാവേനെ പിടിച്ചേ. നല്ല പണിയാ കാണിച്ചത്. വന്നിട്ട് ഇവിടെ ഇരിക്കാണോ? ബീന വന്നില്ലേ? വന്നു. ഞാൻ കുട്ടികളുടെ കളിയെ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ഇനി എന്നാ നീ തിരിച്ച് അമേരിക്കയിലേക്ക്? ഞാനിനി തിരിച്ചു പോകുന്നില്ല എന്ന് വെച്ചു. അതെന്താ? ഞങ്ങൾ രണ്ടുപേരും ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലാ. എന്താണ് നിന്റെ പ്രശ്നം? വേറൊന്നുമല്ല, ഞങ്ങളുടെ മകൻ തന്നെ ഞങ്ങളുടെ പ്രശ്നം. ഞങ്ങളെ കാണുന്നത് തന്നെ അവന് ചെകുത്താൻ കുരിശ് കാണുന്ന പോലെയാ. സ്കൂളിൽ ചെന്ന് ഞാൻ അവന്റെ പ്രിൻസിപ്പലിനെ കണ്ടിരുന്നു. നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര വലിയ സ്വഭാവ വൈകൃതങ്ങളാണ് അവൻ സ്കൂളിലും ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്നാ സാറ് പറയുന്നത്. മനസ്സിനൊരു സമാധാനമില്ലടോ. എന്റെ മോനെന്താ ഇങ്ങനെയായി പോയത്? നീ വിഷമിക്കാതെടാ. എല്ലാ കുടുംബങ്ങളിലും ഇതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ അലക്സേ, പണവും പ്രതാപവും എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മുടെ മക്കളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട്. മാതാപിതാക്കളുടെയും കൂടപ്പിറപ്പുകളുടെയും ഒക്കെ സ്നേഹവും വാത്സല്യവും. എനിക്ക് തോന്നുന്നത് അരുൺ ഇത് രണ്ടും കിട്ടിയിട്ടില്ലെന്നാ. ആകെ ഒരു മകൻ. അവന് പണം സമ്പാദിക്കാൻ വേണ്ടി നിങ്ങൾ രണ്ടുപേരും അമേരിക്കയിൽ. നിനക്കറിയോ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് സമ്പാദിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്പത്താ നമ്മുടെ സ്നേഹം, പിന്നെ കൂടപ്പിറപ്പുകളും ഒക്കെ. ശരിയാടാ, തെറ്റുപറ്റിയത് ഞങ്ങൾക്കാ. കുഞ്ഞുനാളിൽ കൂട്ടുകൂടാനും കളിക്കാനും അവന് കൂടെ ഉണ്ടായിരുന്നത് ജീവനില്ലാത്ത കുറെ ടോയ്സ് ആയിരുന്നു. പിന്നീടത് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ ആയി. ഞാൻ നിന്നെ ഇടയ്ക്ക് അമേരിക്കയിൽ നിന്ന് വിളിക്കുമ്പോൾ നീ രണ്ടാമത്തതായി മൂന്നാമത്തതായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, നിനക്കിതല്ലാതെ വേറെ പണിയില്ലേന്ന്. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോ എനിക്ക് തോന്നി ഇതാ ഭൂമിയിലെ സ്വർഗമെന്ന്. ഒക്കെ ദൈവത്തിന്റെ അനുഗ്രഹം. നീ വിഷമിക്കാതെ, എല്ലാത്തിനും പരിഹാരം ഉണ്ടാവും. എന്തായാലും അരുണിനെ ഹോസ്റ്റലിൽ നിന്ന് തിരിച്ചു വിളിക്കണം. ഇനി അവൻ നിങ്ങളുടെ കൂടെ ഒന്ന് പഠിക്കട്ടെ. എല്ലാം ശരിയാവും, നീ പേടിക്കണ്ട ഒന്നുകൊണ്ട്. സോറി അങ്കിൾ. സാരല്ല കേട്ടോ, മിടുക്കിയാണല്ലോ. ഇതെങ്ങോട്ടായി പോകുന്നേ? അമ്മച്ചിയുടെ അടുത്തേക്ക്. പോട്ടെ അങ്കിൾ. ഓക്കെ പൊക്കോട്ടോ. അമ്മച്ചി കഴിഞ്ഞേ ഉള്ളൂ, അവർക്ക് ഞങ്ങൾ പോലും. നീ ഭാഗ്യവാനാടാ. ഇതൊന്നും എത്ര ഡോളർ കൊടുത്താലും എവിടെയും കിട്ടില്ല. അമ്മച്ചിയുടെ കാലുവേദന മാറിയോ? കുറവുണ്ട് കേട്ടോ. എന്റെ മോളെ എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ കളിക്കുമായിരുന്നു. തോമാച്ചൻ എന്തിയെ? തോമാച്ചൻ ചേട്ടന്റെ പുറത്തിരുന്ന് ആന കളിക്ക. ഇവിടെയാണോ അമ്മച്ചി വേന? എന്റെ മോളിങ്ങ് വന്നേ. മമ്മ. അന്നൂസേ, കളിച്ചു നടന്നത് മതി. മറ്റന്നാൾ എക്സാം ഉള്ളതല്ലേ, പോയിരുന്നു പഠിച്ചേ. മമ്മ, വലിയേച്ചി എന്തിയ മമ്മ? വലിയേച്ചി സ്കൂളിൽ പോയി. കൊച്ചു കണ്ടില്ലേ? എന്തിനാ വലിയേച്ചി സ്കൂളിൽ പോയേ? വലിയേച്ചി പഠിപ്പിച്ച മിസ്സുമാരോടൊക്കെ താങ്ക്സ് പറയാൻ പോയതാ. ടീച്ചർ, മാത്സ് ഞാൻ ഫുൾ മാർക്ക് സ്കോർ ചെയ്തു. ഞാൻ അറിഞ്ഞു.
അതിന്റെ ഫുൾ ക്രെഡിറ്റും കുഞ്ഞുമേരിയുടെ അമ്മയ്ക്കാ. അതെ ടീച്ചർ, ദൈവം എനിക്ക് തന്ന ഭാഗ്യ എന്റെ അമ്മ. മോളെ, +2 നന്നായി പഠിച്ച് എല്ലാത്തിനും A+ മേടിച്ച മിടിക്കുക നീ. ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ മറന്നു പോവരുത് നിന്റെ അമ്മയോട് നിനക്ക് ഇപ്പോൾ ഉള്ള ഈ സ്നേഹം അടുപ്പമൊന്നും. മോൾക്കറിയോ, ഒരമ്മയ്ക്ക് എന്നും തന്റെ കുഞ്ഞു തന്നെയാ, അതെത്ര വലുതായാലും. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോ, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുമ്പോ അമ്മയെ വിളിക്കണം, അമ്മയോടെല്ലാം പറയണം. ടീച്ചർ എപ്പോഴും ചെയ്യാറുള്ള കാര്യം അത്. ടീച്ചർ, മാതാപിതാ ഗുരു ദേവെന്ന് പറയുന്നത് എത്ര സത്യമല്ലേ ടീച്ചർ? പോയി വാ, പോയി മിടുക്കിയായി വാ. ടീച്ചറിന്റെ പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും കൂടെ ഉണ്ടാവും. താങ്ക് യു ടീച്ചർ, താങ്ക് യു സോ മച്ച്. അതെ ടീച്ചർ, ദൈവം എനിക്ക് തന്ന ഭാഗ്യ എന്റെ അമ്മ. എന്റെ ടീച്ചർ പറഞ്ഞത് കേട്ടില്ലേ? മാത്സിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്തതിന്റെ മുഴുവൻ ക്രെഡിറ്റും എന്റെ അമ്മയ്ക്കാന്ന്. ഇതിനൊക്കെ എന്താ എന്റെ അമ്മയ്ക്ക് ഞാൻ നന്ദിയായിട്ട് തരാ? അമ്മതൻ സ്നേഹം ആരണം നീടും അലയഴി പോലെയല്ലേ. അമ്മതൻ സ്നേഹം ആരണം നീടും അലയഴി പോലെയല്ലേ. ഉള്ളം കൊതിക്കുന്നു നിൻ മുൻപിലെത്തിടാൻ, കൈനീട്ടി സ്വീകരിക്കുന്നേ. എന്റെ ടീച്ചറിനോട് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, അപ്പായോടും അമ്മയോടും ഇന്ന് പറയണം. ചെറിയൊരു പേടിയുണ്ട് കുഞ്ഞുമേരിക്ക്, അമ്മ കൂടെ ഉണ്ടാവണം. രാവിലെ തന്നെ വന്നോളൂ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇറങ്ങി പോ കൊച്ചങ്ങോട്ട്. ചേട്ടാ എന്തെങ്കിലും താ പോകാനല്ല പറഞ്ഞത്. വിശക്കുന്നു. ആ ഇവിടെ ഒന്നുമില്ല. ഓക്കെ, ഇറങ്ങി പോകാനാ പറഞ്ഞത്. ചേട്ടാ എന്തെങ്കിലും താ ചേട്ടാ ഇത് പറഞ്ഞാലും മനസ്സിലാവില്ലേ? വിശക്കുന്നു. കൊച്ചെ ഇറങ്ങി പോവാൻ. ചേട്ടാ ഇവിടെ ഒന്നുമില്ല. ഓക്കേ, വിശന്നിട്ടാ. പോ. ചേട്ടാ പോ, ചേട്ടാ പോകാൻ. എനിക്ക് പോണം ഇങ്ങനെയുള്ള കുട്ടികളുടെ ചേച്ചിയാകാൻ.
ഓർമ്മയുണ്ടോന്നോ? വല്യമ്മച്ചിക്ക് മോളെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ഇപ്പൊ എന്റെ മോള് വലിയ കുട്ടിയായിട്ടോ. +2 നല്ല മാർക്ക് മേടിച്ചെന്റെ സന്തോഷത്തിലാണല്ലേ. ആ, അതെ. ഇതെങ്ങനെ വല്യമ്മച്ചി അറിഞ്ഞു? അതൊക്കെ എന്റെ മകൻ എന്നോട് പറഞ്ഞു. മകനോ? വല്യമ്മച്ചി പോട്ടെ, നമുക്ക് ഇനിയും കാണാട്ടോ. പോട്ടെ. വല്യമ്മച്ചി എന്തിനാ ഈ പുരയുടെ അടുത്ത് ഇങ്ങനെ തനിച്ചിരിക്കുന്നത്? ഞാൻ എന്റെ സങ്കടങ്ങളൊക്കെ ഈ പുഴയോട് പറയുവാ മോളെ. അയ്യേ, ഈ വല്യമ്മച്ചിക്ക് ഒന്നും അറിയില്ല. വല്യമ്മച്ചി പറയുന്നതൊക്കെ കേൾക്കാൻ ഈ പുഴയ്ക്ക് അതിന് ചെവിയുണ്ടോ? വല്യമ്മച്ചി പറയുന്നത് വല്ലതും ഈ പുഴയ്ക്ക് മനസ്സിലാവോ? അതല്ലേ മോളെ ഏറ്റവും വലിയ സങ്കടം. ആർക്കും ആരെയും മനസ്സിലാകില്ല മോളെ. വല്യമ്മച്ചി വിഷമിക്കണ്ട. ഞാൻ വലിയ കുട്ടിയാവുമ്പോ വല്യമ്മച്ചിയുടെ സങ്കടങ്ങളൊക്കെ കേൾക്കാൻ ഞാൻ വല്യമ്മച്ചിയുടെ അടുത്ത് വരും. മോള് തമാശ പറയാണോ? സത്യം. കാലം ഈ വല്യമ്മച്ചിയിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ശൂന്യതയിലല്ല, ജീവനുള്ള മനുഷ്യരിലൂടെയാണെന്ന് മമ്മ പലപ്പോഴും പറഞ്ഞു തന്നിട്ടുണ്ട്. ആരായിരിക്കും ഈ വല്യമ്മച്ചി? വേഗം വാ, വണ്ടി തുടക്കേണ്ട പണി ചേച്ചിയുടെ. അതെ, നീ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്പയുടെ കൂടെ വണ്ടി കഴുകാനും തുടയ്ക്കാനും ഒക്കെ കൂടിയിട്ടുള്ളത് അല്ലേ അപ്പ? തുടങ്ങി രണ്ടും കൂടെ. മോളെന്താ ഇത്ര താമസിച്ചത്? പറയാം, അപ്പ അകത്തേക്ക് വരുമ്പോ പറയാം. അപ്പ ഇത് തുടച്ചിട്ട് വരാം. മോള് ചെന്ന് വല്ലതും കഴിക്കേ. ചേച്ചി, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. എന്ത് ഗുഡ് ന്യൂസ്? ചേച്ചി നല്ല മാർക്ക് സ്കോർ ചെയ്തുകൊണ്ട് നാളെ നമ്മൾ എല്ലാരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുന്നു. നേരാണോ അപ്പ? പിന്നെന്താ, മോൾക്ക് ഇഷ്ടമുള്ളൊരു സ്ഥലം പറ, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. അത് ജോസഫുട്ടേനെ പറയട്ടെ. അവൻ ഇഷ്ടമുള്ള സ്ഥലം എനിക്ക് ഇഷ്ടാവും. പക്ഷേ എനിക്കിഷ്ടമുള്ളൊരു കാര്യം പറഞ്ഞാ അപ്പ എനിക്കത് സാധിച്ചു തരുമോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചേ? എന്തായാലും പറ, അപ്പ കേൾക്കട്ടെ. മോളുടെ ഇഷ്ടം എന്താ? പറയാം, അപ്പ അകത്തേക്ക് വരുമ്പോ പറയാം. അപ്പായോട് മാത്രം പറഞ്ഞാലേ അമ്മച്ചിയും മമ്മായും കൂടി എന്നെ ശരിയാക്കും. അത് ശരിയാ. മോൾ അങ്ങോട്ട് ചെല്ലേ, അപ്പ ഇത് തുടച്ചിട്ട് വരാം. റോസ്മോളെ വന്നിരുന്ന് പഠിക്ക്. മൺഡേ നിനക്ക് എക്സാം ഉള്ളതല്ലേ? എനിക്ക് വലിയച്ചോടെ കൂടെ പഠിച്ചാ മതി. മമ്മ, ഈ റോസ്മോൾ. A for apple, B for bat, C for cat. ഹായ് ആതിര, നിങ്ങൾ ഇറങ്ങിയോ? ഇല്ല, ഞാൻ വെല്ലിച്ചന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ വന്നതേ ഉള്ളൂ. ജോലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളെന്നാ പറഞ്ഞത്. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്, അവിടെ എത്താറാവുമ്പോ ഒരു മിസ്റ്റ് അടിക്കേ. ശരി. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാം. ആ പിന്നെ വഴി പറഞ്ഞാന്നൊക്കെ ഓർമ്മയുണ്ടല്ലേ? ആ, അത് ജോലിനറിയാലോ. അല്ല കുഞ്ഞൂസേ, താനെന്താ ഞങ്ങളോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? അതൊക്കെ പറയാം, നിങ്ങൾ വാ. ഓക്കെ, see you. See you. ആരാ മോളെ വിളിച്ചേ? ഫ്രണ്ട്സ് ആണോ? ആ, ആതിരയാ. അവരവിടെ എത്താറാവുമ്പോ മിസ് അടിക്കാന്നാ പറഞ്ഞേ. അപ്പൊ പോയാ മതി. ആ, സന്ധ്യാവുന്നതിന് മുമ്പ് അങ്ങ് എത്തിയേക്കണം. പിന്നെ മോൾക്ക് എന്തോ ഞങ്ങളോട് പറയാനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് എനിക്ക് എഞ്ചിനീയറിംഗിന് പോകുന്നത് ഇഷ്ടല്ലപ്പാ. പിന്നെ മോൾക്ക് എന്തിനു പോകുന്നതിനാ ഇഷ്ടം? മെഡിസിന് പോണോ, നഴ്സിങ്ങിന് പോണോ, അതോ ഡിഗ്രിക്ക് പോണോ? അതൊന്നും അല്ല എന്റെ ഇഷ്ടം. പിന്നെ എന്താന്ന് വെച്ചാ തുറന്നു പറ കൊച്ചേ. അത് എനിക്ക് കോൺവെന്റിൽ പോവാനാ ഇഷ്ടം. കോൺവെന്റോ? നീ എന്തൊക്കെയാ കുഞ്ഞുമേരി പറയുന്നത്? സത്യപ്പ ഞാൻ പറഞ്ഞത്.
എനിക്കൊരു സിസ്റ്റർ ആകണം. ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് കേട്ടാ മതി. തൽക്കാലം ഇപ്പൊ ഒരിടത്തും പോകുന്നില്ല. സന്യാസ ജീവിതത്തിലേക്ക് പോകുന്നത് കുട്ടിക്കളിയാണെന്നാണോ നിന്റെ വിചാരം? അപ്പ ഞാനിപ്പോ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. നന്നായി ചിന്തിച്ചിട്ട് തന്നെയാ ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇപ്പൊ ഇങ്ങനൊരു ആലോചന തോന്നാൻ ആരാ മോളെ പ്രേരിപ്പിച്ചത്? അപ്പ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എന്നെ ആരും ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പ്രേരിപ്പിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് പ്രചോദനമായിട്ടുണ്ട്. ആര്? കുഞ്ഞുനാളിൽ നല്ല കഥകൾ പറഞ്ഞു തന്ന് എന്നെ ഉറക്കിയ എന്റെ അപ്പച്ചി. മടിയിലിരുത്തി എന്നെ കുരിശു വരയ്ക്കാൻ പഠിപ്പിച്ച എന്റെ അമ്മച്ചി. ജീവിതത്തിന്റെ ശരിയും തെറ്റും എന്താണെന്ന് എന്നെ പഠിപ്പിച്ചതെന്ന് എന്റെ മമ്മായും അപ്പായും. പിന്നെ സമർപ്പിത ജീവിതത്തിന്റെ മഹത്വം എന്താണെന്ന് ജീവിതം കൊണ്ടെഴുതി എന്റെ മനസ്സിലേക്ക് ഇട്ടുതന്ന കുറെ നല്ല വ്യക്തിത്വങ്ങൾ. ദൈവത്തിന്റെ സ്നേഹം ലോകത്തിൽ വ്യാപിപ്പിക്കുന്നതിനും സുവിശേഷ ഉപദേശങ്ങൾ വഴി ആഴത്തിൽ സഞ്ചരിക്കുന്നതിനും കുട്ടികളിൽ ഒരാളെ കർത്താവിന് വിട്ടുകൊടുക്കുവാനുള്ള ഒരാഗ്രഹം മാതാപിതാക്കന്മാർ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. ദൈവം എൻ്റെ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് പോയിക്കോട്ടെ. നിങ്ങൾ ആരും എതിര് നിൽക്കണ്ട. മമ്മയ്ക്കൊന്നും പറയാനില്ലേ? അമ്മ, ഈ ചേട്ടൻ ഹോ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. ആതിരയാ, ഞാൻ വേഗം പോയിട്ട് വരാം. വർത്താനവും പറഞ്ഞ് താമസിച്ചേക്കരുതേ. വേഗം ഇങ്ങ് വന്നേക്കണം. വേഗം വരാമച്ചി. അപ്പ നല്ല കുടുംബത്തിന്നേ നല്ല ദൈവവിളി ഉണ്ടാവൂന്ന് കഴിഞ്ഞ ഞായറാഴ്ച വികാരാച്ചൻ പറഞ്ഞത് അപ്പ ഓർക്കുന്നില്ലേ? പോട്ടെ അപ്പ. ഉമ്മ. അപ്പാ, ഉം. എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന സിസ്റ്ററിനെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലപ്പാ. അതെന്താ സിസ്റ്ററെ ഇഷ്ടമല്ലാത്തെ? നല്ല സിസ്റ്റർ അല്ലേ? അല്ല, എനിക്കും എന്റെ ഫ്രണ്ട്സിനും ഒന്നും സിസ്റ്ററിനെ ഇഷ്ടമല്ല. എല്ലാരും സിസ്റ്ററിനെ കടുവാന്നാ വിളിക്കുന്നേ. അപ്പയുടെ കുഞ്ഞൂസും അങ്ങനെ വിളിച്ചോ? ഞാനും വിളിച്ചു അപ്പാ. അയ്യോ, ചീത്ത കുട്ടികളല്ലേ അങ്ങനെ വിളിക്കുന്നത്. നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർമാരെ അങ്ങനെയൊന്നും വിളിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് സിസ്റ്റർമാരെയൊക്കെ. അങ്ങനെ വിളിച്ച ഈശോയ്ക്ക് ഒട്ടും ഇഷ്ടാവില്ലാട്ടോ. അതെന്താ? അപ്പ പറഞ്ഞു തന്നിട്ടില്ലേ സിസ്റ്റർമാരൊക്കെ ഈശോയുടെ മണവാട്ടികളാണെന്ന്? ഈ അപ്പ വെറുതെ കള്ളം പറയാ. ഈശോയ്ക്ക് നമ്മളോടൊക്കെ ഒത്തിരി ഇഷ്ടാന്നല്ലേ. അപ്പയും മമ്മയും അപ്പച്ചിയും അമ്മച്ചിയും ഒക്കെ പറഞ്ഞു തന്നത്. ആ, അപ്പയും മമ്മയും അപ്പച്ചിയും അമ്മച്ചിയും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞൂസിനെ വഴക്ക് പറയാറില്ലേ? കൊച്ചു കൊച്ചു അടിവെച്ച് തരാറില്ലേ? അതൊക്കെ എന്തുകൊണ്ടാ? ഞങ്ങൾക്ക് കുഞ്ഞൂസിനെ ഇഷ്ടമല്ലാത്തോണ്ടാ? അല്ല, പിന്നെ നല്ല കുട്ടിയാവാൻ. അതുപോലെ നല്ല കുട്ടിയാവാനല്ലേ സിസ്റ്റർ നിങ്ങളെ വഴക്ക് പറയുന്നത്? ക്ലാസ്സിലിരുന്ന് വർത്താനം പറയുമ്പോഴും വഴക്ക് കൂടുമ്പോഴും പഠിക്കാതെ വരുമ്പോഴും ഒക്കെ അല്ലേ സിസ്റ്റർ നിങ്ങളെ വഴക്ക് പറയുന്നത്? അതല്ലേ സത്യം? അപ്പോ അപ്പയുടെ കുഞ്ഞൂസ് ഇനി അങ്ങനെ വിളിക്കോ? ഇല്ല, സോറി അപ്പ. ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ വിളിക്കില്ല. നാളെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോ എന്റെ ഫ്രണ്ട്സിനോടൊക്കെ അപ്പ പറഞ്ഞ കാര്യം പറയും. എനിക്ക് മനസ്സിലാകാഞ്ഞിട്ട് ചോദിക്ക, നിനക്കെന്താ വട്ടാണോ? ഓഹോ, അപ്പോ നിന്റെ കോൺസെപ്റ്റിൽ ഈ വട്ടില്ലാത്തവരാരാ? പ്രണയിച്ചില്ലെങ്കിൽ ജീവിതത്തിൽ എന്താ ഒരു ത്രില്ല് എന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് അവസാനം റെയിൽവേ ട്രാക്കിൽ വെച്ച് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന നമ്മുടെ ക്ലാസ്സിലെ സ്നേഹ പോലുള്ളവരോ? അതോ ഭൂമിയിലെ പ്രണയങ്ങൾക്കും ആകർഷണങ്ങൾക്കുമൊക്കെ വെറും ഒരു നീർക്കുമ്പളയുടെ ആയുസേ ഉള്ളൂവെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വിലയോട് പ്രത്യധരിക്കുന്നവരോ? ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം ഇറ്റ്സ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക, ഈ കോൺവെന്റിൽ എന്തെങ്കിലും സ്വാതന്ത്ര്യം ഉണ്ടോടോ? ഒരുമാതിരി കൂട്ടിലടച്ചിട്ട പക്ഷിയെ പോലെ. ആര് പറഞ്ഞു നിന്നോട് കോൺവെന്റിൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലെന്ന്? അവിടെയുള്ളവരൊക്കെ കൂട്ടിലടിച്ച പക്ഷിയെ പോലെയാണെന്ന്. നോക്കാതിര, നമ്മുടെ ക്ലാസ്സിലെ ഓരോ കുട്ടിയുടെയും വീട്ടിൽ ചെന്ന്
നമ്മുടെയൊക്കെ സന്തോഷങ്ങളും സങ്കടങ്ങളും മനസ്സിലാക്കി ഒരമ്മയെ പോലെ നമ്മെ സ്നേഹിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്യുന്ന റാണി സിസ്റ്ററിനെ നോക്കി ട്രീസാമ്മയെ നോക്കി പറയാൻ പറ്റുമോ അവർക്ക് യാതൊരു സ്വാതന്ത്ര്യമില്ലെന്ന് അവരെ കൂട്ടിലടച്ച പക്ഷിയെ പോലെയാന്ന്? അല്ല, കുടുംബവും കുട്ടികളില്ലാത്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല. കൊള്ളാം. നിക്കാഹ് കഴിഞ്ഞിരിക്കുന്ന നിനക്ക് ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാനേ പറ്റില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ആയിഷ, ഞങ്ങളുടെ വിശ്വാസപ്രകാരം കുടുംബജീവിതം പോലെ തന്നെ മഹത്വമുള്ളതാ ഞാനിപ്പോ തിരഞ്ഞെടുക്കാൻ പോകുന്ന ഈ ജീവിതവും. ഞാനൊരു സംശയം ചോദിച്ചാ നീ എനിക്ക് പറഞ്ഞു തരൂ? കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായത് കൊണ്ടാണോ ഈ ലോകം മുഴുവൻ മദർ തെരേസയെ അമ്മയെന്ന് വിളിക്കുന്നത്? നിങ്ങൾ മാത്രല്ല, ഈ ലോകം മുഴുവൻ എനിക്ക് വട്ടാന്ന് പറഞ്ഞാലും ഞാൻ പോകും. എന്റെ മനസ്സിൽ ശരിയെന്ന് തോന്നുന്ന തീരുമാനത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല. ആർക്കും. കുഞ്ഞൂസേ, നിനക്ക് വിഷമായോ? എന്ത് ചോദിക്കാനും പറയാനും സ്വാതന്ത്ര്യമുള്ളവരല്ലേടോ നല്ല കൂട്ടുകാർ. അയ്യോ, സമയം ഒരുപാടായി. ഈശ്വര, 4:30 വേഗം വാ. നിങ്ങൾക്കറിയോ മനുഷ്യന് എത്ര ഇന്ദ്രിയങ്ങളുണ്ടെന്ന്? 5. 6. 6? അതേതാ പഠിച്ചേനെ ഈ 6ാമത്തെ ഇന്ദ്രിയം? ഒരു നല്ല സുഹൃത്ത്. അതെ, സത്യം നീ പറഞ്ഞത്. ഒരു മനുഷ്യന്റെ കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും തീരുമാനങ്ങളെയും ഒക്കെ മാറ്റിമറിക്കാനുള്ള കഴിവ് ഒരു നല്ല സുഹൃത്തിനുണ്ട്. റിയലി? അപ്പോ എല്ലാം പറഞ്ഞ പോലെ പോകുന്നതിന് മുമ്പ് വിളിക്കാം. ബൈ. ബൈ. ബീന, ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ? എങ്ങനെയുണ്ട് വേദനയൊക്കെ? കുറവുണ്ട് ഡോക്ടർ. ഞാനിപ്പോ ബീനയുടെ അടുത്തേക്ക് വന്നത് സീരിയസ് ആയ ഒരു കാര്യം പറയാനാ. എന്താ ഡോക്ടർ? പറയാം. ഒരു വലിയ ആക്സിഡന്റിന് ശേഷം 3-4 സർജറിയാണ് ബീനയ്ക്കിപ്പോ ചെയ്തിരിക്കുന്നത്. ഒരുപാട് എക്സ്റേസ്, സ്കാനിംഗ്, മെഡിസിൻസ്. ഇതിനൊക്കെ പുറമെ ബീന ഇപ്പോ 2 മാസം പ്രഗ്നന്റ് ആണ്. ഡോക്ടർ, സത്യമാണോ ഡോക്ടർ? പക്ഷെ ബീന, ഇങ്ങനൊരവസ്ഥയിൽ കുഞ്ഞിന് ബുദ്ധിമാന്ദ്യമോ അംഗവൈകല്യമോ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട്സ് കാണിക്കുന്നത്. അതുകൊണ്ട് നോ ഡോക്ടർ, നോ നെവർ. എന്തൊക്കെയായാലും എനിക്ക് എന്റെ കുഞ്ഞിനെ വേണം. മാതാവ് ഉണ്ണീശോയെ കാത്ത് സംരക്ഷിച്ച പോലെ എന്റെ ഈ കുഞ്ഞിനെ മാതാവ് കാത്തോളും. എനിക്ക് ഉറപ്പാ ഡോക്ടർ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അമ്മച്ചി. നന്നായി വരും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അപ്പ. അപ്പ പറഞ്ഞതെല്ലാം എന്റെ മോൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ മമ്മ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇനി എന്നെ ആരെ വെള്ളിയേച്ച് പഠിപ്പിക്കുന്നേ? അന്നൂസിനെ മാതാവ് പഠിപ്പിക്കും. വല്യേച്ചി മാതാവാ പഠിപ്പിച്ചേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനും ഉണ്ട് ചേച്ചിയുടെ കൂടെ. എങ്ങോട്ട്? ചേച്ചിയുടെ കൂടെ സിസ്റ്റർ ആവാൻ. റോസുമോൾ ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, വലിയ കുട്ടിയാകുമ്പോ വല്യേച്ചി കൊണ്ടുപോവാം.